എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പവും പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാനും കൂടെ പറ്റിയ നല്ലൊരു ഇറാനി പോളൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. കുറഞ്ഞ ചേരുവയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഇറാനി പോള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തിന്. ഇപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കുക, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈ ചെയ്തത് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫ്രൈ ചെയ്ത എണ്ണയാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എടുത്തിന്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ആക്കിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 3 മീഡിയം സൈസിലുള്ള സവാള, 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാളയും പച്ചമുളകും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തിട്ട് ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇതാ കൈകൊണ്ട് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് പിച്ചി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതിനൊക്കെ ഇതുപോലെ പിച്ചി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കാൻ കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ ഇതാ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദപ്പൊടി 250 ml കപ്പിന് അളന്നിട്ടാണ് കേട്ടോ എടുത്തിന്. നിങ്ങൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് ആ കപ്പിന് തന്നെ എല്ലാം അളന്നിട്ട് എടുക്കുക. പിന്നെ സെയിം കപ്പിന് തന്നെ 1 കപ്പ് പാല്, 3/4 കപ്പ് ഓയിൽ, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ആക്കിയത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്റർ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നമുക്ക് ഇറാനി പോള റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ പാത്രത്തിൻ്റെ അടിയിൽ ഇതാ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അടിഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം അടിച്ചെടുത്ത ബാറ്ററിൽ നിന്നും പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാറ്ററി ഇതാ പകുതിയോളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി 1 മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു മസാലകൾ അടിയിലേക്ക് പോയി നിൽക്കും. അതുകൊണ്ട് ചെറുതായിട്ട് ചെറിയ തീയിൽ 1 മിനിറ്റോളം ഒന്ന് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങിക്കോളും. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുക, നിരത്തി ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അതിനുശേഷം ബാക്കിയുള്ള ബാറ്റർ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ആ ഒരു ഫില്ലിങ്ങിനെ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കിയ ചിക്കൻ നമ്മൾ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അവിടെ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ മുകൾ ഭാഗം ഒന്ന് റെഡിയാവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു മുകൾ ഭാഗവും കാണാൻ നല്ലൊരു ഭംഗിയായി കിട്ടും. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
അങ്ങനെ ഇതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇറാനി പോളൻ്റെ റെസിപ്പിയാണ്. ചൂടോടെ തന്നെ കട്ട് ചെയ്തിട്ട് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.